സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന അമ്മയും അച്ഛനും അനുജനും സഹോദരിയും വളരെയധികം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചിരുന്ന ഒരു സാധാരണ കുടുംബം. പെട്ടെന്നാണ് ഡ്രൈവറായ അച്ഛൻ മരണമടഞ്ഞത്. അതോടെ തന്നെ 10ാം ക്ലാസ്സിൽ പഠിത്തം നഷ്ടപ്പെട്ടു പോയ അർജുൻ എന്ന ചെറുപ്പക്കാരൻ പിന്നീട് അങ്ങോട്ട് ആ കുടുംബത്തിനെ പോറ്റാനും കുടുംബത്തിലെല്ലാവർക്കും ഭക്ഷണം കഴിക്കാനും കുടുംബത്തിനെ നോക്കാനും സഹോദരിയുടെ വിവാഹം നടത്താനും പിന്നീട് സ്വന്തമായി വിവാഹം കഴിച്ച പെണ്ണിനെയും കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കാനും കഷ്ടപ്പെട്ട അർജുൻ എന്ന ചെറുപ്പക്കാരൻ ഇന്ന് എവിടെയാണ്? ഇന്ന് അർജുൻ എന്ന ചെറുപ്പക്കാരനെ കാണാതായിട്ട് 7 ദിവസങ്ങൾ കഴിഞ്ഞു. സ്വന്തം കുടുംബത്തിന് വേണ്ടിയും തന്റെ ഓണറിന് വേണ്ടിയും അത്രയും കഠിനാധ്വാനത്തോടെ പ്രയത്നിച്ചൊരു വ്യക്തിയാണ് അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അവന് വേണ്ടി ഒരു രാജ്യം മുഴുവൻ തന്നെ ഇപ്പോൾ നിൽക്കുകയാണ്. ഷിരൂരിൽ മണ്ണിടിഞ്ഞ് ഗംഗാവലിപ്പുഴയിൽ ഉഗ്രസ്ഫോടനവും ഭൂമികുലുക്കവും വരെ ഉണ്ടായെന്ന് നാട്ടുകാർ പറയുമ്പോഴും അതിനിടയിൽ എവിടെ പോയി അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവൻ? ലോറി ഡ്രൈവർ കോഴിക്കോട് സ്വദേശി അർജുനെ കാണാതായ ദിവസമാണ് സ്ഫോടനമുണ്ടായത്. ദേശീയപാതയിൽ നിന്നും പുഴയിലേക്ക് വീണ 2 പാചകവാതക ടാങ്കർ ലോറികളിൽ ഒന്ന് മാത്രമാണ് 7 കിലോമീറ്റർ അകലെ നിന്നും കണ്ടെത്തിയത്. രണ്ടാമത്തെ ലോറിയുടെ ഡ്രൈവറുടെ മൃതദേഹം കിട്ടിയെങ്കിലും ലോറിയെക്കുറിച്ച് വിവരമില്ല. ലോറിയിലെ പാചകവാതക ടാങ്കർ പൊട്ടിത്തെറിച്ചതാകാം സ്ഫോടനത്തിന് വെള്ളം ഉയരാനും കാരണമെന്നാണ് കരുതപ്പെടുന്നത്. കുന്നിടിഞ്ഞ് നദിയിലേക്ക് വീണപ്പോൾ സുനാമി പോലെ വെള്ളം മുകളിലേക്ക് ഇരച്ചു കയറി. ഈ സമയത്ത് ഉഗ്ര സ്ഫോടനവും ഉണ്ടായെന്നാണ് വെളിപ്പെടുത്തൽ. ഇതോടെ അർജുന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ ആശങ്കകൾ വർദ്ധിച്ചു. അതിനിടയിൽ അർജുനെ കണ്ടെത്തുന്നതിന് അടിയന്തര ഇടപെടൽ തേടി കർണാടക ഹൈക്കോടതി തന്നെ എത്തി. ആദ്യം കരയിലുണ്ടെന്ന് കരുതി. കരയിലാകെ തന്നെ മണ്ണുകൾ മാറ്റി പുഴയിലേക്ക് കളഞ്ഞു. പിന്നീട് കരയിലില്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ പുഴയിലെ അടുത്ത മണ്ണുകൾ മാറ്റി പുഴ അന്വേഷിക്കാൻ തുടങ്ങി. 7 ദിവസമായി തന്നെ ആ ലോറിയും അർജുനും ജീവനോടെ ഉണ്ടാകുമോ എന്ന് പോലും അറിയാതെ തിരച്ചിലാണ് ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്നത്. ഒരു കുടുംബത്തിന്റെ വേദനയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അർജുന്റെ അമ്മ വാവിട്ട് കരയുകയാണ്. പക്ഷെ അർജുന്റെ ഭാര്യ ഒരിക്കൽ പോലും കണ്ണീരണിയുന്നില്ല. അർജുൻ കെട്ടിയ താലി നെഞ്ചോട് ചേർത്ത് തന്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് കാത്തിരിക്കുകയാണ് ആ മനുഷ്യന് വേണ്ടി. എന്റെ അർജുൻ ചേട്ടൻ തിരിച്ചു വരും, എന്റെ കുഞ്ഞിനെ കാണാൻ തിരിച്ചു വരും പറഞ്ഞിട്ടാണ് പോയത്. അത്രമേൽ സന്തോഷത്തോടെയാണ് ഇറങ്ങിയത്. ചേട്ടൻ എത്തേണ്ട സമയമായി എന്ന് പറയുന്നുണ്ട്. ഉടൻ വരും, കണ്ടുപിടിക്കും, ഞങ്ങൾക്ക് ഉറപ്പാണ്. എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. അർജുനെ കണ്ടുപിടിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അത്രമാത്രം പ്രിയങ്കരനാണ് അർജുൻ എല്ലാവർക്കും, കൂട്ടുകാർക്കും അവിടെ ഉള്ളവർക്കൊക്കെ തന്നെയും. തന്റെ ഭാര്യയും കുഞ്ഞിനെയും സുരക്ഷിതമാക്കാനും അമ്മയും സഹോദരിയും പൊന്നുപോലെ നോക്കാനും അഹോരാർത്ഥം ജോലി ചെയ്ത ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെയാണ് കഴിഞ്ഞ ദിവസമായി കാണാനില്ലാത്തത്. അവന്റെ അമ്മയുടെ നിലവിളി കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കാൻ മലയാളികൾക്ക് ആകുന്നില്ല. അത്രമേൽ ദുഃഖത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നതും. പെട്ടെന്ന് തന്നെ ലഭിക്കട്ടെ. ഇനി ലഭിച്ചാലും ജീവനോട് ലഭിക്കുമോ എന്നറിയില്ല. പക്ഷെ ആശങ്കകൾ എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട്. അതെല്ലാവർക്കും വേദന പകരുന്നു.